ഇന്ത്യ മഹാരാജ്യം വീണ്ടും ഒരു സ്വാതന്ത്ര്യദിന ആഘോഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. വെള്ളക്കാരുടെ കരങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ധീരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യം നേടിയതിൻ്റെ 78ാം തിരുപ്പിറവിയിലേക്കാണ് നാം മിഴി തുറക്കുന്നത്. സ്വാതന്ത്ര്യം നേടി 78 വർഷങ്ങൾ പിന്നിടുമ്പോൾ രാജ്യത്തിൻ്റെ ഭാവിയെപ്പറ്റിയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയെപ്പറ്റിയും ഭരണഘടനയുടെ നിലനിൽപ്പിനെ പറ്റിയും വലിയ ആശങ്കയിലാണ് രാഷ്ട്രത്തിലെ പൗരന്മാർ ഉള്ളത് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് ഇന്ത്യ കണ്ട ദുരന്തങ്ങളിൽ ഒരുപക്ഷെ വലിയ ഒരു ദുരന്തം കേരളത്തെ ഒന്നടങ്കം പിടിച്ചുകുലുക്കിയ വയനാട് ചൂരൽമലയും പരിസര പ്രദേശങ്ങളിലുമായിട്ടുണ്ടായ ഉരുൾപൊട്ടലും നൂറുകണക്കിന് ആളുകളുടെ മരണവും 1000-ലധികം വരുന്ന ആളുകൾക്ക് നാശനഷ്ടങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ച വലിയൊരു ദുരന്തം മുന്നിൽ നിൽക്കുമ്പോഴാണ് നാം സ്വാതന്ത്ര്യദിന ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായപ്പോൾ അതിൽ നിന്ന് കരകയറുന്നതിന് അതിനെ ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പോലും രാജ്യം ഭരിക്കുന്ന ഉന്നത ഭരണാധികാരികൾ അംഗീകരിച്ചിട്ടില്ല എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളും ന്യൂനപക്ഷങ്ങളും വളരെ വലിയ മുൾമുനയിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രത്തിൽ അടുത്ത ദിവസങ്ങളുണ്ടായ 2 കാര്യങ്ങൾ. ഒന്ന്, വഖഫ് നിയമ ഭേദഗതി, മറ്റൊന്ന് വഖഫ് ബില്ല് റദ്ദാക്കൽ. ഈ രാജ്യത്ത് പിന്നോക്കം നിൽക്കുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റിയായി കണക്കാക്കി രാജ്യത്ത് മുസ്ലിം സമൂഹത്തിനെ ഉന്നമനത്തിൽ കൊണ്ടുവരാൻ വേണ്ടി വിദ്യാഭ്യാസപരമായും മറ്റു പല മേഖലകളിലും പിന്നോക്കമുള്ള ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ പൂർവികരായ ആളുകൾ നിർവഹിച്ചതും ഭരണഘടനയിൽ എഴുതി വച്ചതും. പക്ഷേ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ കൃത്യമായി ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇസ്ലാമിക സമൂഹത്തിന് മുന്നോട്ട് സഞ്ചരിക്കാനും വിദ്യാഭ്യാസപരമായി വളരെ ഉയർച്ചയിൽ എത്തുവാനുമുള്ള വലിയ ഒരു സംവിധാനമായിരുന്നു വഖഫ് സ്വത്തുക്കളും ആ വഖഫ് ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആതുരാലയങ്ങളുമൊക്കെ. പക്ഷേ അന്യാധീനപ്പെട്ടു പോയ വഖഫ് സ്വത്തുക്കൾ, എത്രയോ വലിയ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയിരിക്കുന്നു. പലരും അനധികൃതമായി കയ്യേറിയിരിക്കുന്നു. അനധികൃതമായി കയ്യേറിയ വഖഫ് സ്വത്തുക്കളെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ബില്ല് അത് റദ്ദു ചെയ്യുകയാണ് ഗവൺമെന്റ് ചെയ്തത്. അതേസമയം ഇസ്ലാമിക സമൂഹത്തിന് അവകാശപ്പെട്ടതും വിശ്വാസികളുടെ സ്വന്തം സമ്പത്തുമായ വഖഫ് സ്വത്തിനെ മറ്റു പലരിലേക്കും കൂടെ കൈയിട്ട് വാരാനുള്ള അവകാശങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വഖഫ് നിയമ ഭേദഗതി വരുത്താനും ഗവൺമെന്റ് കുടിലമായ ശ്രമങ്ങൾ നടത്തുന്നു. പ്രതിപക്ഷത്തിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് അതിനെ JPCക്ക് വിടുകയും അത് രൂപീകരിക്കുകയും ചെയ്തെങ്കിലും വഖഫ് സംബന്ധമായി ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ ഇപ്പോഴും ഒഴിഞ്ഞു പോയിട്ടില്ല എന്നതാണ് സത്യം. ഉത്തരേന്ത്യൻ ഭാഗങ്ങളിലേക്ക് ചിന്തിച്ചാൽ ഈഴവരും പിന്നോക്ക വിഭാഗക്കാരും വളരെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്.
മെജോറിറ്റി കമ്മ്യൂണിറ്റിയും മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുമായി തരംതിരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ആളുകൾ പോലും പാവപ്പെട്ടവരെ അടിച്ചമർത്താനുള്ള ഗൂഢമായ ശ്രമങ്ങൾ നടക്കുന്നു. യു പിയിലെ ബുൾഡോസർ രാജ് നാം ദൈനംദിനം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരപരാധികളായ ആളുകളുടെ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഇടിച്ചു നിരത്തിക്കൊണ്ട് ബുൾഡോസർ രാജ് അത് വീണ്ടും വിജയം കൊയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഒരു പുതിയ സ്വാതന്ത്ര്യ പുലരിയിലേക്ക് നാം കണ്ണു തുറക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാനും ഭരണഘടന വിഭാവനം ചെയ്യുന്ന ആനുകൂല്യങ്ങൾ എല്ലാ സമൂഹത്തിനും അത് കൃത്യമായി ലഭിക്കാനുള്ള വഴികൾക്ക് വേണ്ടി രാഷ്ട്രത്തിന്റെ ഭരണഘടന അനുവദിക്കുന്ന മാർഗങ്ങളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കാനും നാം ബാധ്യസ്ഥരാണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാജ്യമെന്ന നിലക്ക് നമ്മുടെ രാജ്യം അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാകേണ്ടതുണ്ട്. അഴിമതിയും കൈയിട്ട് വാരലും അതുപോലെ കുത്തക കമ്പനികളുടെ ഏറ്റവും വലിയ അക്രമപരമായ പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവ് കാലിയാക്കിയിരിക്കുന്നു എന്നതാണ് സത്യം. നമ്മുടെ രാജ്യത്തിന്റെ ഖജനാവിലേക്ക് പണം ഒഴുകാത്തത് കൊണ്ടല്ല, ഖജനാവിലേക്ക് ഒഴുകുന്ന പണം രാഷ്ട്രത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും മുന്നേറ്റത്തിനും ചെലവഴിക്കേണ്ടതിനു പകരം ആ ഖജനാവിലെ പണം കൈയിട്ട് വാരാനും അഴിമതികൾക്ക് അനുവാദവും നൽകുന്ന ദുഃഖകരമായ ചുറ്റുപാടാണുള്ളത്. പ്രതിസന്ധികളെ മറികടന്ന് തീർച്ചയായും നമുക്ക് വിജയം കൈവരിക്കണം. നമ്മുടെ രാജ്യം നിലനിൽക്കേണ്ടതുണ്ട്. ഇന്ത്യ രാജ്യം മരിക്കരുത്. നമുക്കും നമ്മുടെ തലമുറകൾക്കും വളരെ സന്തോഷകരമായി ജീവിക്കണം. ജാതിയും മതവും വർഗവും ഭാഷയും ദേശവും പരസ്പരം പോരടിക്കാനും തല്ലാനുമുള്ളതല്ല, മറിച്ച് നാം പരസ്പര സഹോദരങ്ങളായി ജീവിക്കേണ്ടവരാണ്. മതസൗഹാർദ്ദം നിലനിർത്തേണ്ടവരാണ്. വളരെ മഹിതമായ പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിന്റെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നത്. ജാതിയുടെയോ മതത്തിന്റെയോ വർഗത്തിന്റെയോ ഭാഷയുടെയോ ദേശത്തിന്റെയോ പേരിൽ അവർ ഒരിക്കലും പോരടിച്ചിരുന്നില്ല. അവർ പരസ്പരം സന്തോഷിക്കുകയും തോളോട് തോൾ ചേർന്ന് നിൽക്കുകയും രാജ്യത്തേക്ക് കടന്നു വന്ന വൈദേശിക ശക്തികളെ കെട്ടുകെട്ടിക്കാൻ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തേക്ക് കണ്ണും വച്ച് ഈ രാജ്യത്തിന്റെ വിഭവങ്ങളും സമ്പത്തുകളും കൊള്ളയടിക്കാൻ വേണ്ടി കടന്നു വന്ന വാസ്കോഡ ഗാമയെയും അതുപോലെ വെള്ളക്കാരെയും മറ്റു വൈദേശിക ശക്തികളെയും ഈ രാജ്യത്ത് നിന്ന് തുരത്താനും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവായു അത് കൃത്യമായി നിലനിർത്താനും നമ്മുടെ പൂർവികർക്ക് കഴിഞ്ഞത്. ആ പാരമ്പര്യം നിലനിർത്തി ഐക്യത്തോടെ, ഒത്തൊരുമയോടെ, സൗഹാർദ്ദത്തോടെ പരസ്പരം തോളോട് തോള് ചേർന്ന് നാം ഈ രാജ്യത്ത് സന്തോഷത്തോടെ ജീവിക്കുക, അതിനുള്ള അവസരത്തിന് വേണ്ടി പ്രവർത്തിക്കുക, പ്രതിജ്ഞ എടുക്കുക. അതായിരിക്കട്ടെ ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ നാം ഉൾക്കൊള്ളേണ്ട മെസ്സേജ് എന്ന് ഓർമ്മപ്പെടുത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ.